അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ലാക്ക് ഓഫ് മെമ്മറി പ്രോപ്പർട്ടി ഓഫ് ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ. ഈ പ്രോപ്പർട്ടി എന്താ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ലാക്ക് ഓഫ് മെമ്മറി പ്രോപ്പർട്ടി ഓഫ് ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ. ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷന്റെ ലാക്ക് ഓഫ് മെമ്മറി പ്രോപ്പർട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ഇഫ് എക്സ് ഫോളോസ് എ geometric distribution with parameter p. Geometric distribution with parameter p, then probability of x greater than or equal to s plus t given x greater than or equal to s, that is equal to probability of x greater than or equal to t, where s comma t they are 0, 1, 2, 3 etc. അങ്ങനത്തെ നമ്പേഴ്സ് ആണ് എസും ടിയും. അപ്പോൾ ഇതാണ് നമ്മളുടെ ലാക്ക് ഓഫ് മെമ്മറി പ്രോപ്പർട്ടി. അപ്പോൾ നമുക്കിത് പ്രൂവ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പ്രൂവ് ചെയ്യാൻ പോകുമ്പം നമ്മൾ ആദ്യം ഇതിൻ്റെ LHS എടുക്കും, അതിനെ സിംപ്ലിഫൈ ചെയ്യും, ദെൻ RHSനെ സിംപ്ലിഫൈ ചെയ്യും, എന്നിട്ട് ഇത് രണ്ടും ഈക്വൽ ആണെന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഡീൽ ചെയ്യുന്നത് ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ആണ് അല്ലേ. അപ്പോൾ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷന്റെ PMF എന്താണ്? f of x is equal to q raised to x into p, where x is equal to 0, 1, 2, 3 etc. അപ്പോൾ ഇങ്ങനെ വാല്യൂസ് എടുക്കുന്ന ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നമ്മൾ ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡാണ് ആദ്യം നോക്കാൻ പോകുന്നത്. ഇതിന്റെ പ്രൂഫാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കുന്നു. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താ പറയുന്നത്? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എസ് പ്ലസ് ടി given x greater than or equal to s എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ദിസ് ഇസ് എ കണ്ടീഷണൽ പ്രോബബിലിറ്റി. അപ്പോൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി വരുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക? പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് വന്നാൽ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി, അതായത് എയും ബിയും ഒരുമിച്ചിട്ടുള്ള ജോയിന്റ് ആയിട്ടുള്ള പ്രോബബിലിറ്റി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി. ഇങ്ങനെയാണ് നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി വന്നാൽ എഴുതുന്നത്. അപ്പോൾ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എസ് പ്ലസ് ടി കോമ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എസ്. അപ്പോൾ ഇവിടെ എക്സിന്റെ വാല്യൂ എസ് പ്ലസ് ടീനെക്കാട്ടും കൂടുതലാണ്, കോമ എക്സിന്റെ വാല്യൂ എസിനെക്കാട്ടും കൂടുതലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓർക്കണം, എസും ടിയും എന്താണ്? പോസിറ്റീവ് വാല്യൂസ് ആണ് അല്ലെ. 0, 1, 2, 3 എന്ന് പറയുന്ന പോസിറ്റീവ് നമ്പേഴ്സ് ആണ് ഇവിടെ വരുന്നത്, എസും ടിയും എടുക്കുന്നത്. ആൻഡ് ഡിനോമിനേറ്ററിൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എസ് എന്നാണ് വരുന്നത് അല്ലെ. അപ്പൊ എക്സിന്റെ വാല്യൂ എസ് പ്ലസ് ടീനെക്കാട്ടും കൂടുതലാണ്, എക്സിന്റെ വാല്യൂ എസിനെക്കാട്ടും കൂടുതലാണ് എന്ന് പറഞ്ഞാൽ വി ക്യാൻ റൈറ്റ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എസ് പ്ലസ് ടി എന്ന് എഴുതിയാൽ പോരെ അല്ലെ. എക്സിന്റെ വാല്യൂ 5നെക്കാട്ടും കൂടുതലാണ് എന്ന് പറയുന്നു, എക്സിന്റെ വാല്യൂ 2നെക്കാട്ടും കൂടുതലാണ് എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് എന്തുമാത്രം പറഞ്ഞാൽ മതി? എക്സിന്റെ വാല്യൂ 5നെക്കാട്ടും കൂടുതലാണെന്ന് പറഞ്ഞാൽ പോരെ അല്ലെ. അപ്പോൾ ഡിവൈഡഡ് ബൈ താഴെ എന്തെഴുതി? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എസ് എന്ന് എഴുതും അല്ലെ. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു, ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഇതിന്റെ ന്യൂമറേറ്ററിൽ നമുക്ക് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എസ് പ്ലസ് ടി ആണ്. അപ്പോൾ എക്സിന്റെ വാല്യൂ എസ് പ്ലസ് ടിയോ അതിനെക്കാട്ടോ കൂടുതലോ ആവണം അല്ലെ. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എസ് പ്ലസ് ടി പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എസ് പ്ലസ് ടി പ്ലസ് 1. അങ്ങനെ ഇൻഫിനിറ്റി വരെ ടേംസ് പോകും. അതേപോലെ ഡിനോമിനേറ്ററിൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എസ് ആണ്. അപ്പോൾ ഏതൊക്കെ വാല്യൂസ് എടുക്കാം ഇതിന്? എക്സ് ഇസ് ഈക്വൽ ടു എസ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എസ് പ്ലസ് 1, എസ് പ്ലസ് 1 എക്സെട്ര പ്ലസ് അങ്ങനെ പോയിട്ട് ഇൻഫിനിറ്റി വരെയുള്ള ടേംസ് എടുക്കാം അല്ലെ. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് നമ്മൾ ന്യൂമറേറ്റർ നോക്കുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ എക്സ് ഇസ് ഈക്വൽ ടു എസ് പ്ലസ് ടി എന്നാണ് വന്നിരിക്കുന്നത് അല്ലെ. അപ്പോൾ നമ്മളെ PMF എന്താണ്? എഫ് ഓഫ് എക്സ്, ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ആണെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ എഴുതുന്നു? ക്യൂ റേസ് ടു എക്സ് ഇൻ ടു പി എന്ന് എഴുതുന്നു. അപ്പോൾ ഇവിടെ എന്താ വന്നിരിക്കുന്നത്? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എസ് പ്ലസ് ടി എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ക്യൂ റേസ് ടു എസ് പ്ലസ് ടി ഇൻറ്റു പി. അടുത്തത് അതുമാതിരി പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എസ് പ്ലസ് ടി പ്ലസ് 1 ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ക്യൂ റേസ് ടു എസ് പ്ലസ് ടി പ്ലസ് 1 ഇൻറ്റു പി അല്ലെ. അങ്ങനെ ഓരോ ടേമുകൾ പോകും ഇൻഫിനിറ്റി വരെ. അതുമാതിരി താഴെ എടുക്കുമ്പം പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എസ് ആണ്. ദാറ്റ് ഈസ് ക്യൂ റേസ് ടു എസ് ഇൻറ്റു പി പ്ലസ് ക്യൂ റേസ് ടു എസ് പ്ലസ് 1 ഇൻറ്റു പി പ്ലസ് എക്സെട്ര എന്ന ടേംസ് പോകും.
അപ്പോൾ ഞാൻ ന്യൂമറേറ്ററിന് എല്ലാ ടേമിനും കോമൺ ആയിട്ട് ഞാൻ q റേസ് ടു എസ് പ്ലസ് ടീനെയും അതുമാതിരി പിയും എല്ലാ ടേംസിലും ഉണ്ട്, പിന്നെയും ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് വരും? ഇവിടെ 1 വരും, പ്ലസ് ഇവിടെ q എന്ന് വരും, അടുത്തത് q² എന്ന് വരും. അങ്ങനെയുള്ള ടേമുകളാണ് മുകളിൽ വരാൻ പോകുന്നത്. അതുമാതിരി താഴെ എടുക്കുമ്പോഴോ താഴെ q റേസ് ടു എസ് ഇൻറ്റു പി ആണ് ഞാൻ പുറത്തേക്ക് എടുക്കുന്നത്, കോമൺ ആയിട്ടുള്ളത്. അത് പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെയും 1 പ്ലസ് q പ്ലസ് q² പ്ലസ് എക്സെട്ര എന്ന് വരും അല്ലേ. അപ്പോൾ ഈ രണ്ട് ടേംസ് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഇവിടെ വരുമ്പോൾ അതുമാതിരി പിയും ക്യാൻസൽ ചെയ്തു. q റേസ് ടു എസ് പ്ലസ് ടി ഡിവൈഡഡ് ബൈ q റേസ് ടു എസ് ദറ്റ് ഈസ് ഈക്വൽ ടു q റേസ് ടു ടി എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഇതാണ് നമ്മളുടെ LHS സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടിയത്. അപ്പം അതേപോലെ നമുക്ക് RHS എടുത്ത് നോക്കാം. RHSൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ വാട്ട് ഈസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി? ദറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ടി പ്ലസ് probability of x is equal to t plus 1 plus probability of x is equal to t plus 2 plus etc. എന്ന് അല്ലേ, which is equal to q raised to t into p. Probability of x is equal to x ആണെച്ചാൽ q raised to x into p, x is equal to 2 വരുമ്പോൾ q raised to t into p plus ഇത് q raised to t plus 1 into p. അടുത്തത് q raised to t plus 2 into p പ്ലസ് എക്സെട്ര. ഇങ്ങനെയാണ് ടേംസ് പോകുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു ഇത് നമ്മൾ കോമൺ ഫാക്ടർ ആയിട്ടുള്ള q റേസ് ടു ടി ഇൻറ്റു പി പുറത്തേക്ക് എടുക്കുക അല്ലേ. അപ്പോൾ അങ്ങനെ പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ എന്താ വരുന്നത്? ഇവിടെ 1 പ്ലസ് q പ്ലസ് q² പ്ലസ് എക്സെട്ര എന്നാണ് ഇവിടെ ടേംസ് വരുന്നത് അല്ലേ. അപ്പം ഇതെന്താണ് 1 പ്ലസ് q പ്ലസ് q² പ്ലസ് എക്സെട്ര എന്ന് പറയുന്നത്? ക്യൂവിൻ്റെ വാല്യൂ 0ൻ്റെയും 1ൻ്റെയും ഇടയിലുള്ളൊരു വാല്യൂ ആണ്. അപ്പം 1 പ്ലസ് x² എന്ന് വന്നാൽ 1 പ്ലസ് x² പ്ലസ് എക്സെട്ര എന്ന് വന്നാൽ വി ക്യാൻ റൈറ്റ് ദിസ് ആസ് 1 മൈനസ് എക്സ് റേസ് ടു മൈനസ് 1 എന്ന് എഴുതാം. അപ്പം ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? q റേസ് ടു ടി ഇൻറ്റു പി. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 മൈനസ് q റേസ് ടു മൈനസ് 1 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു q റേസ് ടു ടി ഇൻറ്റു പി ഇൻറ്റു വാട്ട് ഈസ് 1 മൈനസ് q? 1 മൈനസ് q is p റേസ് ടു മൈനസ് 1. ഇത് രണ്ടും ക്യാൻസൽ ആയി പോയില്ലേ? സോ ദിസ് ഇസ് ഈക്വൽ ടു q റേസ് ടു ടി എന്നാണ് വരുന്നത്. ദിസ് ഇസ് q റേസ് ടു ടി. അപ്പോൾ ഇതാണ് നമ്മൾ ലാക്ക് ഓഫ് മെമ്മറി പ്രോപ്പർട്ടി നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ഇഫ് എക്സ് ആൻഡ് വൈ ആർ 2 ഇൻഡിപെൻഡന്റ് ജോമെട്രിക് റാൻഡം വേരിയബിൾസ് with same parameter p, show that the conditional distribution of x given x plus y is equal to z follows uniform distribution. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് 2 ഇൻഡിപെൻഡന്റ് ജോമെട്രിക് റാൻഡം വേരിയബിൾസ് ആണ്. അവരുടെ പാരാമീറ്റർ സെയിം ആണ്, p ആണ് അല്ലേ. അപ്പോൾ അതെങ്ങനെയാണോ വരിക നോക്കാം. അപ്പോൾ x ഫോളോസ് എ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ p. അപ്പം എക്സിൻ്റെ PMF is given by f of x which is equal to probability of capital X is equal to x. അപ്പോൾ discrete random variable ആണെങ്കിൽ probability mass function is probability of capital X is equal to small x, that is equal to q raised to x into p ആണ്, where x is equal to 0, 1, 2, 3 etc. and 0 less than p less than 1 and p plus q is equal to 1. അതേപോലെ പറഞ്ഞിരിക്കുന്നത് വൈയും അതേ സെയിം ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ സെയിം പാരാമീറ്റർ പി ആണ് ഫോളോ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഈസ് എഫ് ഓഫ് വൈ? ദ PMF ഓഫ് വൈ ഇസ് ഗിവൺ ബൈ പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ വൈ ഇസ് ഈക്വൽ ടു വൈ, ദറ്റ് ഈസ് ഈക്വൽ ടു q റേസ് ടു വൈ ഇൻറ്റു പി, വെർ വൈ ടേക്സ് ദ വാല്യൂ 0, 1, 2, 3 etc. അതുമാതിരി 0 ലെസ് ദാൻ പി ലെസ് ദാൻ 1ഉം പി പ്ലസ് ക്യൂ ഇസ് ഈക്വൽ ടു 1ഉം അല്ലേ. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ഡിസ്ട്രിബ്യൂഷൻസ് നമുക്കറിയാം. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് ഗിവൺ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു സെഡിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് PMF ഓഫ് എഫ് ഓഫ് എക്സ് ഗിവൺ എക്സ് പ്ലസ് വൈ ആണ്. എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു സെഡ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് കണ്ടുപിടിക്കണം, given capital X plus Y is equal to Z. ഇതാണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ദിസ് ഇസ് എ കണ്ടീഷണൽ പ്രോബബിലിറ്റി.
കണ്ടീഷണൽ പ്രോബബിലിറ്റി നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ദിസ് പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് കോമ ക്യാപിറ്റൽ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു സെഡ് എന്ന് എഴുതാം. താഴെ പ്രോബബിലിറ്റി ഓഫ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു സെഡ്. ദിസ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് എഴുതി കോമ ഇവിടെ എക്സിന്റെ വാല്യൂ സ്മോൾ എക്സ് ആണെന്ന് നമുക്കറിയാം. ആൻഡ് ഇവിടെ ക്യാപിറ്റൽ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു സെഡ് ഉണ്ട്. അപ്പോൾ ക്യാപിറ്റൽ എക്സിന്റെ വാല്യൂ സ്മോൾ എക്സ് ആണെന്ന് അറിയുന്നത് കൊണ്ട് അവിടെ സ്മോൾ എക്സ് എഴുതാം. സ്മോൾ എക്സ് ഇതിന്റെ ഉള്ളിൽ കേട്ടോ, ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ് അത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം സ്മോൾ എക്സ് പ്ലസ് ക്യാപിറ്റൽ വൈ ഇസ് ഈക്വൽ ടു സെഡ് ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു സെഡ്. This is equal to probability of x is equal to x, comma y is equal to z minus x divided by probability of x plus y is equal to z. ഇങ്ങനെ നമ്മൾ എഴുതി അല്ലേ. അപ്പൊ ഇനി നമുക്ക് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എക്സ് ആൻഡ് വൈ ആർ ടു ഇൻഡിപെൻഡന്റ് ജോമെട്രിക് റാൻഡം വേരിയബിൾസ്. അപ്പൊ രണ്ട് ജോമെട്രിക് റാൻഡം വേരിയബിൾസിന്റെ ഒരു ജോയിന്റ് പ്രോബബിലിറ്റിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് അതിനെ എങ്ങനെയായിട്ട് എഴുതാം? ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് പ്രോഡക്റ്റ് ഓഫ് ദെയർ പ്രോബബിലിറ്റീസ്. അതായത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് വൈ ഇസ് ഈക്വൽ ടു സെഡ് മൈനസ് എക്സ് എന്ന് ന്യൂമറേറ്ററിനെ നമുക്ക് മാറ്റി എഴുതാം. Therefore, f of x given x plus y is equal to probability of capital X is equal to x into probability of capital Y is equal to z minus x divided by probability of capital X plus y is equal to z. ഇങ്ങനെ നമ്മൾ എഴുതി. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് നോക്കാം. പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഇസ് അവർ എഫ് ഓഫ് എക്സ് അല്ലെ. അപ്പൊ എന്തായിരുന്നു എഫ് ഓഫ് എക്സ് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നത്? ദാറ്റ് ഈസ് ക്യൂ റേസ് ടു എക്സ് ഇൻറ്റു പി. ഇനി പ്രോബബിലിറ്റി ഓഫ് y is equal to z minus x എന്താണ്? പ്രോബബിലിറ്റി ഓഫ് y is equal to y നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് പി എം എഫ് ഓഫ് y വിച്ച് ഇസ് ക്യൂ റേസ് ടു y ഇൻറ്റു പി അല്ലെ. അപ്പൊ y is equal to z minus x വരുമ്പോൾ നമുക്ക് ഇതിനെ ക്യൂ റേസ് ടു z minus x ഇൻറ്റു പി എന്ന് മാറ്റി എഴുതാം. ഡിവൈഡഡ് ബൈ, ഇനി നമ്മൾ ഡിനോമിനേറ്ററിൽ നോക്കുകയാണ്. മുമ്പ് ഇതേമാതിരി ഒരു കണ്ടീഷണൽ പ്രോബബിലിറ്റി നോക്കുമ്പോൾ നമ്മൾ പോയ്സോൺ റാൻഡം വേരിയബിൾസ് വെച്ചിട്ടായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ പോയ്സോൺ റാൻഡം വേരിയബിൾസ് ഒക്കെ ആയിരുന്നുവെങ്കിൽ ഇൻഡിപെൻഡന്റ് പോയ്സോൺ റാൻഡം വേരിയബിൾസ് ആണെച്ചാൽ അവരുടെ സമ്മും ഒരു പോയ്സോൺ റാൻഡം വേരിയബിൾ തന്നെയായിരുന്നു ഫോളോ ചെയ്യുക. അതുകൊണ്ട് എക്സ് പ്ലസ് വൈന്റെ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു അല്ലെ. അതായത് അവർക്ക് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനൊക്കെ എഡിറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. പക്ഷെ നമ്മളിവിടെ നോക്കുന്നത് ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷന് എഡിറ്റീവ് പ്രോപ്പർട്ടി ഇല്ല. അതായത് എക്സും വൈയും ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല എക്സ് പ്ലസ് വൈ ജോമെട്രിക് ആണ് എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് എക്സിനും വൈയിനുമുള്ള എല്ലാ പോസിബിൾ കോമ്പിനേഷനും നോക്കാൻ പോവാണ്. സോ ദാറ്റ് എക്സ് പ്ലസ് വൈ എങ്ങനെയാണ് സെഡ് വരുന്നത്. അപ്പൊ എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂ, എക്സ് ഒരു ജോമെട്രിക് റാൻഡം വേരിയബിൾ ആണ് അല്ലെ. അപ്പൊ 0, 1, 2, 3 അപ് ടു ഇൻഫിനിറ്റി അങ്ങനത്തെ വാല്യൂസ് ആണ് എക്സിന് എടുക്കാൻ പറ്റുക. വൈന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? ഇറ്റ്സ് ഓൾസോ എ ജോമെട്രിക് റാൻഡം വേരിയബിൾ 0, 1, 2, 3 അപ് ടു ഇൻഫിനിറ്റി. അപ്പൊ ഈ രണ്ട് വാല്യൂസിന്റെ എല്ലാ കോമ്പിനേഷനും ഞാൻ നോക്കുകയാണ്. അപ്പൊ എക്സും വൈയും ഏതൊക്കെ വാല്യൂസ് വരുമ്പോഴാണ് എക്സ് പ്ലസ് വൈ സെഡ് വരുന്നത് എന്ന് നോക്കാം. അപ്പൊ ആദ്യമായിട്ട് ഞാൻ നോക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു സെഡ് വരാനുള്ള ഒരു പോസിബിലിറ്റി. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0, വൈ ഇസ് ഈക്വൽ ടു സെഡ് അല്ലെ. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ എക്സ് 0-ഉം വൈയും സെഡും ആയിരുന്നെങ്കിൽ നമുക്ക് പറയാം എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു സെഡ്. ഓർ അല്ലെങ്കിൽ അപ്പൊ നമ്മൾ പ്ലസ് ഇട്ടു. വേറൊരു പോസിബിലിറ്റി പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1, വൈ ഇസ് ഈക്വൽ ടു സെഡ് മൈനസ് 1 അല്ലെ. അപ്പോഴും എക്സ് പ്ലസ് വൈ സെഡ്. മറ്റൊരു പോസിബിലിറ്റി പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2, വൈ ഇസ് ഈക്വൽ ടു സെഡ് മൈനസ് 2. അങ്ങനെ പോയിട്ട് ലാസ്റ്റ് നമുക്ക് എന്ത് എഴുതാം? എക്സ് 0, 1, 2, 3 പറഞ്ഞ് നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം എക്സ് ഇസ് ഈക്വൽ ടു സെഡ്, വൈ ഇസ് ഈക്വൽ ടു 0. അപ്പൊ ഈ പോസിബിലിറ്റീസിലെല്ലാമാണ് എക്സ് പ്ലസ് വൈ എന്ത് വരുന്നത്? സെഡ് വരുന്നത് അല്ലെ. ഇതിലല്ലാതെ ഒരു കേസുകൾ വരില്ല. കാരണം എക്സും വൈയും പിന്നെ 0, 1, 2, 3 അങ്ങനെയുള്ള വാല്യൂസ് ആണ് എടുക്കുന്നത്. അപ്പൊ ആ കോമ്പിനേഷൻസ് എല്ലാം നമ്മൾ നോക്കിയിട്ടാണ് ഇങ്ങനത്തെ ഒരു റിസൾട്ടിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ദിസ് ഇസ് ഈക്വൽ ടു ക്യൂ റേസ് ടു ഇവിടെ ന്യൂമറേറ്ററിൽ നമുക്ക് പിന്നെ ഒന്ന് നമുക്ക് ടേംസിനെ ഒരുമിച്ചെടുത്തിട്ട് എഴുതാം
അല്ലെ? ഇവിടെ q raised to x വന്നിട്ടുണ്ട്, ഇവിടെ q raised to z minus x വന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ q raised to x plus z minus x എന്ന് അവിടെ എഴുതി. പിന്നെ p into p ഉണ്ട്, അവിടെ നമ്മൾ p square വന്നു ഡിവൈഡഡ് ബൈ. താഴെ വരുമ്പം ഇപ്പൊ ഇതെല്ലാം എക്സിന്റെയും വൈന്റെയും ജോയിന്റ് പ്രോബബിലിറ്റീസ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡന്റ് ജോമെട്രിക് റാൻഡം വേരിയബിൾസ്. അപ്പൊ ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് തന്നെ ജോയിന്റ് പ്രോബബിലിറ്റീസിനെ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് മാർജിനൽ പി എം എഫുകളുടെ അല്ലെങ്കിൽ മാർജിനൽ പ്രോബബിലിറ്റീസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാം. അപ്പം ആദ്യത്തേനെ ഞാൻ എങ്ങനെ എഴുതി? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് വൈ ഇസ് ഈക്വൽ ടു സെഡ്. അടുത്തത് ഇതേമാതിരി പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് വൈ ഇസ് ഈക്വൽ ടു സെഡ് മൈനസ് 1. അങ്ങനെ പോയിട്ട് എക്സെട്ര. ലാസ്റ്റ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സെഡ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് വൈ ഇസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് ദിസ് ഇസ് ഈക്വൽ ടു, ഇവിടെ ക്യൂടെ പവേഴ്സ് നോക്കാം. ഇവിടെ എക്സും മൈനസ് എക്സും ക്യാൻസൽ ചെയ്ത് പോകുമ്പം ഇവിടെ ക്യൂ റേസ് ടു സെഡ് എന്ന് മാത്രം വരും, പിന്നെ പി സ്ക്വയർ എന്ന് വരും അല്ലെ? ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലുള്ള ഓരോ ടേംസ് എങ്ങനെ എഴുതുക എന്നാണ് നോക്കുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം പി എം എഫ് ഓഫ് എക്സ് റാൻഡം വേരിയബിൾ എക്സ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യൂ റേസ് ടു എക്സ് ഇൻറ്റു പി എന്ന് എഴുതും അല്ലെ? അപ്പോൾ ഇവിടെ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 വന്നു. അപ്പോൾ ദിസ് ഇസ് ക്യൂ റേസ് ടു 0 ഇൻറ്റു പി. പിന്നെ പ്രോബബിലിറ്റി ഓഫ് വൈ ഇസ് ഈക്വൽ ടു സെഡ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് വൈ ഇസ് ഈക്വൽ ടു വൈ എന്ന് വന്നാൽ ഇറ്റ്സ് ക്യൂ റേസ് ടു വൈ ഇൻറ്റു പി. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? ക്യൂ റേസ് ടു സെഡ് ഇൻറ്റു പി പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ ക്യൂ റേസ് ടു 1 ഇൻറ്റു പി. പ്രോബബിലിറ്റി ഓഫ് വൈ ഇസ് ഈക്വൽ ടു സെഡ് മൈനസ് 1. ക്യൂ റേസ് ടു സെഡ് മൈനസ് 1 ഇൻറ്റു പി. അങ്ങനെ പോയിട്ട് ലാസ്റ്റ് ടേം വരുമ്പം പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സെഡ് ആണ് വരുന്നത്. ദറ്റ് ഈസ് ക്യൂ റേസ് ടു സെഡ് ഇൻറ്റു പി എന്ന് വരും. ആൻഡ് പ്രോബബിലിറ്റി ഓഫ് വൈ ഇസ് ഈക്വൽ ടു 0 ഉണ്ട്. ദറ്റ് ഈസ് ക്യൂ റേസ് ടു 0 ഇൻറ്റു പി. ഇങ്ങനെയാണ് വരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ന്യൂമറേറ്ററിൽ ക്യൂ റേസ് ടു സെഡ് ഇൻറ്റു പി സ്ക്വയർ വന്നിരിക്കുന്നു. ഡിനോമിനേറ്ററിൽ വന്നിരിക്കുന്ന ടേമുകൾ ഓരോന്നും നോക്കാം. ഇവിടെ ക്യൂ റേസ് ടു 0, ക്യൂ റേസ് ടു സെഡ് അല്ലെ? അപ്പൊ ഇവിടെ ക്യൂവിന്റെ പവർ എന്ന് പറഞ്ഞാൽ ക്യൂ റേസ് ടു സെഡ് ആണ്. പി എന്ന് പറഞ്ഞാൽ പി ഇൻറ്റു പി എന്ന് വന്നിരിക്കുന്നു. ദറ്റ് ഈസ് പി സ്ക്വയർ. ഇനി അടുത്ത ടേം വരുമ്പോൾ ഇവിടെ ക്യൂ റേസ് ടു 1 ഉണ്ട്, ക്യൂ റേസ് ടു സെഡ് മൈനസ് 1 ഉണ്ട് അല്ലെ? അപ്പൊ ക്യൂ റേസ് ടു സെഡ് തന്നെ അവിടെ വരും. പി ഇൻറ്റു പി, പി സ്ക്വയർ. അതായത് ഡിനോമിനേറ്ററിൽ വരുന്ന ടേമുകൾ മുഴുവൻ തന്നെ എന്തായിരിക്കും? ക്യൂ റേസ് ടു സെഡ് ഇൻറ്റു പി സ്ക്വയറുകളാണ് അല്ലെ? അങ്ങനെ എത്ര ടേമുകളാണ് ഡിനോമിനേറ്ററിൽ വരാൻ പോകുന്നത്? അതിൽ ഡിനോമിനേറ്ററിൽ പിന്നെ ഇതെവിടെ 0, 1, 2, 3 അപ് ടു സെഡ് വരെ ടേംസ് ഉണ്ട്. അതായത് ഡിനോമിനേറ്ററിൽ സെഡ് പ്ലസ് 1 ടേമുകളുണ്ട്. 0 മുതൽ സെഡ് വരെയുള്ള ടേമുകളാണ് ഡിനോമിനേറ്ററിലുള്ളത്. 1 മുതൽ സെഡ് വരെയല്ല, 0 മുതൽ സെഡ് വരെയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഡിനോമിനേറ്ററിൽ സെഡ് പ്ലസ് 1 ടേമുകളുണ്ട്. ആ സെഡ് പ്ലസ് 1 ടേമുകളും എന്താണ്? ക്യൂ റേസ് ടു സെഡ് പി സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ കണ്ടീഷണൽ probability f of x given x plus y can be written as numeratorൽ q raised to z p square. ഡിനോമിനേറ്ററിൽ എത്ര q raised to z p square ഉണ്ട്? z plus 1 ടേമുകളുണ്ട്. അപ്പോൾ z plus 1 q raised to z p square. ഇങ്ങനെയാണ് ഡിനോമിനേറ്ററിൽ വരുന്നത്. അപ്പോൾ ഈ രണ്ട് ടേമുകൾ ക്യാൻസൽ ചെയ്ത് പോയി അല്ലേ? അപ്പോൾ നമുക്ക് 1 ഡിവൈഡഡ് ബൈ z പ്ലസ് 1 എന്ന് വന്നു. ആൻഡ് ഇവിടുത്തെ നമ്മൾ റാൻഡം വേരിയബിൾ എടുക്കുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? നമ്മൾ റാൻഡം വേരിയബിൾ എക്സ് എടുക്കുന്ന വാല്യൂസ്, ഈ കണ്ടീഷണലായിട്ട് വരുന്ന എക്സ് എടുക്കുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? 0, 1, 2, 3 അപ് ടു മാക്സിമം ഏത് വാല്യൂ വരെ സെഡിന് എടുക്കാൻ പറ്റുള്ളൂ? സെഡ് വരെ എടുക്കാൻ പറ്റുള്ളൂ. എക്സിന് 0, 1, 2, 3 അപ് ടു സെഡ് വരെ എടുക്കാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് കണ്ടീഷൻ തന്നിട്ടുണ്ട് എക്സും വൈയും കൂട്ടിയാൽ സെഡ് വരെ പോകണം അല്ലെ? അപ്പൊ ഇത്ര വാല്യൂസ് ആണ് എടുക്കാൻ പറ്റുന്നത്. അപ്പൊ ഇപ്പൊ കിട്ടിയിരിക്കുന്നത് ഒരു യൂണിഫോം ഡിസ്ട്രിബ്യൂഷന്റെ PMF ആണ്. കാരണം നമ്മൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷന്റെ PMF നമ്മൾ എങ്ങനെ എഴുതുക? f of x is equal to 1/n if x takes the values 1, 2, 3 up to n. x എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ n വാല്യൂസ് ആണ് എടുക്കുന്നതെങ്കിൽ f of x എന്താണ്? 1/n ആണ്. ഇത് എത്ര വാല്യൂസ് എടുക്കുന്നുണ്ടോ അത്ര പ്രോബബിലിറ്റി എങ്ങനെയാണ്? 1/n ആണ് വരുന്നത്. അതേമാതിരി ഇവിടെ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ എത്ര വാല്യൂസ് ആണ് എടുക്കുന്നത്? 0 മുതൽ സെഡ് വരെയുള്ള സെഡ് പ്ലസ് 1 വാല്യൂസ് ആണ് എടുക്കുന്നത്. അതിന്റെ പ്രോബബിലിറ്റി ഈസ് 1/z+1. അപ്പൊ നമുക്ക് പറയാം ദിസ് കണ്ടീഷണൽ പ്രോബബിലിറ്റി ഫോളോസ് എ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ, ഡിസ്ക്രീറ്റ് കേസിലുള്ള യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ ഇങ്ങനെയാണിത് ചെയ്യുന്നത്.